അപ്പോ സാർ എനിക്കൊരു ചോദ്യം, നമ്മുടെ ലിഷ ചേച്ചിയുടെ കഥ കേട്ടിട്ട് ഇന്ദ്രൻ സേട്ടനോട് പറഞ്ഞിരുന്നോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, ഇവിടെ ഇരുന്നാണ് വിളിച്ചത്. ആണോ? നമുക്ക് കേൾക്കാലോ, നേരിട്ട് ഒരു ദിവസം നമുക്ക് കേൾക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് വയ്യ, ലോട്ടറി അടിച്ചു. He will do it. യെസ്. അപ്പൊ എന്തായാലും ഇത് തന്നെ വലിയ സന്തോഷം, അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു. ലിഷ എന്ന പേര് അദ്ദേഹത്തിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു അച്ചീവ്മെന്റ് അല്ലേ? ഒരുപാട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതെ അതെ ഒരുപാട്. നേരത്തെ പറഞ്ഞ ഇന്ദ്രൻസിന്റെ കാര്യം പോലും, അതായത് ഈ മാലയോഗം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കടിഞ്ഞൂൽ കല്യാണത്തില് കോസ്റ്റ്യൂമറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ദ്രനോട് ചുമ്മാ ചോദിക്കും, ആക്ടിങ് ഇല്ല സാർ, ഞാൻ കോസ്റ്റ്യൂമറായിട്ട് എൻ്റെ നെക്സ്റ്റ് മൂവി അയലത്തെ അദ്ദേഹത്തില് കാസറ്റ് കടയിൽ മെയിൻ റോളാണ്. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ടാണ്. നെക്സ്റ്റ് മൂവി മേലെപ്പറമ്പിൽ ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ ഒരു കല്യാണ ബ്രോക്കറാക്കി. അപ്പോൾ തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇരിക്കുകയാണ്. ഞാനും മാണി സി കാപ്പനും കൂടെ ട്രിവാൻഡ്രത്ത് കൈരളിയിൽ മൂവി കാണാനിരിക്കുകയാണ്. ഇയാളുടെ ഇന്ദ്രൻസിന്റെ ഒരു ഷോട്ടുണ്ട് ഫസ്റ്റ്. അന്ന് കുറച്ചുകൂടെ ചെറിയ തലയും കുറച്ചിന്. ഫസ്റ്റ് ഷോട്ടിൽ ക്ലാപ്സ് ആണ് തിയേറ്ററിൽ. അന്ന് ഞങ്ങൾ കുറിച്ചിട്ടു, ഇത് മലയാളത്തിൽ വേറെ ലെവലിലായി വരുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണെന്നുള്ളത്. പിന്നെ അങ്ങോട്ട് എൻ്റെ എല്ലാ സിനിമകളിലും ത്രൂ ഔട്ട് ആദ്യത്തെ കൺമണി,